Hey guys, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ്. ആദ്യം വന്നപ്പോൾ തന്നെ ഒരുത്തൻ്റെ ബാക്കിലിട്ടിടിച്ചിട്ട് കോളാക്കിയിട്ടുണ്ട്. ഇനി ഇതുവഴി വണ്ടി എടുക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അവിടെ നിന്ന് ഊരി പോന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നോക്കാം. ഇവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഇടാം. എനിക്ക് ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നതാണ് ഗൈസ് ഇഷ്ടം. ഓക്കെ, പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാം അങ്ങോട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് മാപ്പ് നമുക്ക് കൺവെർട്ട് ചെയ്ത് തന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ലോഡിങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് കണ്ടിട്ട് പിടിക്കാത്ത ഗൈസ്. ഇതിനകത്ത് ഈ ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണിത്. കണ്ടിന്യൂ പേയ്മെൻറ്റ് വിത്ത് ദീസ് ഓപ്ഷൻ. അത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അത് തന്നെ അപ്പുറത്തെ കൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഈ റോഡിൽ കൂടെ ഒറ്റ വണ്ടി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എവിടെടാ? ഇവിടെ ഇല്ല. എവിടെ ഇല്ല, ഞാൻ മാത്രമല്ല അവിടെ. ആരാ അവിടെ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈയൊരു ക്യാമറ ഇടുമ്പോൾ, അതായത് 3 ആണെന്ന് തോന്നുന്നു. തേർഡ് ക്യാമറ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഇടുമ്പോഴത്തേക്കും നമ്മൾ റൈറ്റിലോട്ട് വെക്കുമ്പോൾ മണ്ടയിലോട്ട് പോകും. വണ്ടിയും റൈറ്റിലോട്ട് പോവും, പക്ഷേ റൈറ്റിലോട്ട് ഉള്ള കീബോർഡിലെ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് പോകും. ലെഫ്റ്റിലോട്ടുള്ളത് ഞെക്കുമ്പോൾ താഴോട്ട് പോകും. പക്ഷെ വണ്ടിയും കൺട്രോൾ ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇത് കാണുമ്പോൾ നമുക്ക് തലകറാണ്. മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് തുടരാം കേസ്. എത്ര ഉണ്ട് ഇനി? ഇത്ര ഉണ്ട് കേസ്. നമുക്ക് 1, 2. ഓക്കെ, 2 കടന്നിട്ടുള്ളൂ. അല്ല, 1 കടന്നിട്ടുള്ളൂ. 1, 2, 3, 4, 5, 6, 7 ഇനിയും ഉണ്ട് കേസ്. അപ്പോൾ ഒരുപാട് സമയം പിടിക്കും. വണ്ടി എടുത്തിട്ട് പോടാ. ഫസ്റ്റ് പേഴ്സൺ ഇടാം കേസ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇന്തോനേഷ്യ, അതായത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി ഈ വീഡിയോ ഇതുപോലത്തെ ഇന്തോനേഷ്യയുടെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഡാൻസ് കളിച്ച് പോണ വണ്ടി സ്കിഡടിക്കുന്ന കേസ്. എൻ്റെ മോനെ സ്കിഡാവുന്ന വണ്ടി. ഇനി അടിക്കണ്ട. ഇനി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫൈൻ അടിച്ചു തരും. അതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഇവിടെ ഒന്നും അങ്ങനെയില്ല. ഇവിടെ എന്ത് പോക്കൃത്തരം കാണിക്കാം. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും ഒരു ബസ് ഡ്രിഫ്റ്റ് അടിക്കുന്നത്. ഇരുട്ട മോനെ, അവിടെയൊക്കെ കയറി ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നു. വണ്ടിയുടെ CC പോലും അടച്ചിട്ടില്ല. എന്താ കാരണം? എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേസ്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പൈസ അടച്ചില്ലെങ്കിൽ മിക്കവാറും വണ്ടി ഒന്ന് CCക്കാർ പൊക്കിക്കൊണ്ട് പോകും. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഈ മഴ തീർന്നിട്ട് ഞാൻ ഈ വൈപ്പർ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നാണ്.
ഇവിടെ ഇന്തോനേഷ്യയുടെ കൊടി വെച്ചേക്കുന്ന ഗൈസ്. നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇന്തോനേഷ്യയുടെ ഫ്ലാഗ്. കിട്ടടിക്കുന്നു ജമ്മുവിനെ. ബസ് ഒരു വലിയ വളവെല്ലാം വന്നു കഴിഞ്ഞാൽ മിക്കവാറും മറിഞ്ഞു പോകും. ആറ്റും തുടക്കമുണ്ട് ഗൈസ്. തൽക്കാലത്തേക്ക് ഞാൻ ആക്സിലേറ്റർ ചവിട്ടുന്നില്ല ഗൈസ്. കാരണം ഈ സ്ഥലത്തൊക്കെ വെച്ചിട്ട് ആക്സിലേറ്ററൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ മിക്കവാറും അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കും. ചാമോനെ ഏതാ വളവ്? ചേട്ടാ ഓക്കെ, എങ്ങനെയെങ്കിലും ആ വളവൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങെത്തിയിട്ട് കാണാം. അപ്പോൾ ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോകും വീഡിയോയ്ക്ക്. അപ്പോൾ ഞാനത് 2 പാർട്ടാക്കി ഇടും. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഞാൻ അടുത്ത പാർട്ട് ഞാൻ ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ഞാൻ ഇടാം കേസ്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ. ഓക്കെ, കാരണം ഈ വീഡിയോ ഇനി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. കണ്ടാൽ നിങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വന്ന ബസ്സിൻ്റെ കോലമാണ് ഗീസ്. ഇതൊക്കെ ഒന്ന് സർവീസ് ചെയ്തെടുക്കണം. സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ട് 2 ഇടാം ഗീസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.